സോ ഇത് വിൻഡോ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: a filter is to be designed with the following frequency response: hd of omega equal to 0 for minus pi by 2 less than or equal to omega less than or equal to pi by 2 and e raised to minus j2 omega for pi by 2 less than or equal to omega less than or equal to pi. Determine the filter coefficients h of n if the window function is defined as w of n equal to 1 for 0 less than or equal to n less than or equal to 4. Also determine the frequency response of the designed filter. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും രണ്ടാമത് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ലോ പാസ് ആണോ ഹൈ പാസ് ആണോ എന്നൊന്നും ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. പകരം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏത് വിൻഡോ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പകരം ഏത് വിൻഡോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? w of n is equal to 1 for 0 less than or equal to n less than or equal to 4. എപ്പോഴും ശ്രദ്ധിക്കുക, വിൻഡോ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അത് എന്ത് വിൻഡോ ആയിരിക്കും? റെക്ടാംഗുലർ വിൻഡോ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ അഡീഷണൽ ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നാല് ആദ്യം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും തന്നെ അത് ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ലോ പാസ് ആണോ ഹൈ പാസ് ആണോ ബാൻഡ് പാസ് ആണോ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നേക്കുന്നത്. നോക്കുക, ഒമേഗയുടെ പോസിറ്റീവ് വാല്യൂസ് മാത്രം നമ്മൾ എടുക്കുക. ഇപ്പൊ ഇതിപ്പോ മൈനസ് പൈ ബൈ 2 മുതലാണ്. ഇത് 0 ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? 0 മുതൽ പൈ ബൈ 2 വരെ മാഗ്നിറ്റ്യൂഡ് 0യും പൈ ബൈ 2 മുതൽ പൈ വരെ മാഗ്നിറ്റ്യൂഡ് ഇ റേസ് ടു മൈനസ് j2 ഒമേഗ. ഒരു വാല്യൂ ഒമേഗ മാറുന്ന അനുസരിച്ച് ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ 0 മുതൽ പൈ ബൈ 2 വരെ മാഗ്നിറ്റ്യൂഡ് 0, പൈ ബൈ 2 മുതൽ പൈ വരെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആയിരിക്കും? സിംപ്ലി നോക്കുക, 0 മുതൽ പൈ ബൈ 2 വരെ മാഗ്നിറ്റ്യൂഡ് 0യും പൈ ബൈ 2 മുതൽ പൈ വരെ ഒരു ഡെഫിനിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും ഇ റേസ് ടു മൈനസ് j2 ഒമേഗ. സോ ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആയിരിക്കും? ഹൈ പാസ് ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നിരിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് അത് ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഒമേഗ എടുക്കണ്ട, പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഒമേഗ എടുത്തിട്ട് എവിടെയാണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത് നോക്കുക. അതാ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് ലോ പാസ് ആണോ ഹൈ പാസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഹൈ പാസ് ഫിൽറ്റർ ആണെന്ന് നമുക്ക് അറിയാം. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? വിൻഡോ ഫംഗ്ഷൻ ഡിസൈൻ പ്രൊസീജിയറിൽ ഫിൽറ്ററിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കുക, ഫിൽറ്ററിന്റെ ഓർഡർ എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിൻഡോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലിമിറ്റ് 0 മുതൽ 4 വരെ. സാധാരണ നമ്മൾ വിൻഡോ ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? നമുക്ക് ഏത് ഓർഡർ ഫിൽറ്റർ ആണോ വേണ്ടത് ആ ഓർഡർ വരെ മാത്രമേ വിൻഡോ ഫംഗ്ഷൻ എന്തുണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവത്തുള്ളൂ. സോ ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ, ഓർഡർ ഓഫ് ദി ഫിൽറ്റർ എന്ന് പറയുന്നത് ഏതൊട്ട് ഏത് വരെയാ? 0 മുതൽ 4 വരെ. അതായത് 5 സാമ്പിൾ വാല്യൂസ് ആണ് നമ്മൾ റെക്ടാംഗുലർ വിൻഡോയുടെ 5 സാമ്പിൾ വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇൻ ഇഫക്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫിൽറ്ററിന്റെ ഓർഡർ എന്ത് തന്നെ ആയിരിക്കും? ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, സോ ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ എന്തെന്ന് എടുക്കുക? 5 എന്ന് എടുക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് കട്ട് ഓഫ് ആണ്. ഇവിടെ നമ്മൾ കട്ട് ഓഫ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്ട്ലി എച്ച് ഡി ഓഫ് ഒമേഗ തന്നിട്ടുണ്ട്. കട്ട് ഓഫ് എവിടെയാണ്? പൈ ബൈ 2ലാണ് കട്ട് ഓഫ് അല്ലെ, ഇവിടെയാണ് കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, സോ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് ഡയറക്ട്ലി പൈ ബൈ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ഡയറക്ട്ലി നമുക്ക് പോവാം. എന്താണ്? എച്ച് ഡി ഓഫ് എൻ, ഫിൽട്ടർ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഫിൽറ്റർ ഫംഗ്ഷൻ എഴുതുക. എച്ച് ഡി എഫ് ഒമേഗ. ചില ടെക്സ്റ്റിൽ എച്ച് ഡി എഫ് ഒമേഗ ആയിരിക്കും, ചിലതിൽ എച്ച് ഡി എഫ് ഇ റൈസ് ടു ജെ ഒമേഗ എന്ന് ഇട്ടിട്ടുണ്ടാവും. രണ്ടായാലും സെയിം തന്നെയാണ്. എച്ച് ഡി എഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 0 ഫോർ മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 ആൻഡ് ഇ റൈസ് ടു മൈനസ് j2 ഒമേഗ ഫോർ പൈ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ.
സോ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാം? നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആൻഡ് ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 5. സോ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ കാറ്റഗറി സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? 0 മുതൽ π/2 വരെ സ്റ്റോപ്പ് ബാൻഡും ദെൻ π/2 മുതൽ π വരെ പാസ് ബാൻഡും, അതേപോലെ തിരിച്ച് 0 മുതൽ -π/2 വരെ -π/2 ടു π/2 വരെ 0യും ദെൻ -π/2 ടു -π വരെ പാസ് ബാൻഡ്. ആൻഡ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരുന്നെങ്കിൽ ഇത് ആക്ച്വലി ഒരു സ്ക്വയർ ബ്ലോക്ക് ആയിട്ട് കിട്ടിയേനെ. പക്ഷെ e⁻j2 ഒമേഗ ആണ് അല്ലെ? സോറി, e⁻j2 ഒമേഗ ആണ്. സോ കറക്റ്റ് നമുക്ക് ലൈൻ ആയിട്ട് കിട്ടത്തില്ല. ആക്ച്വലി ഒരു എക്സ്പോണൻഷ്യൽ വേവ് ഫോം ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് e⁻j2 ഒമേഗ. ഈ ഫിഗർ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയണ ഇലസ്ട്രേഷന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണ് ഡിസൈൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് മാർക്ക് ചെയ്യല്? 1 ആയിട്ട് മാർക്ക് ചെയ്യരുത്. കാരണം മാഗ്നിറ്റ്യൂഡ് എന്തും തന്നിട്ടുണ്ട്, e⁻j2 ഒമേഗ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ 2-3 സ്റ്റെപ്പ് നമുക്ക് ഡയറക്ട്ലി അങ്ങ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. സോ തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. എന്താണ്? ഫിൽറ്റർ കോഎഫിഷ്യന്റ് HDF(n). സോ HDF(n) ന്റെ ഇക്വേഷൻ എന്താ? 1/2π ഇന്റഗ്രൽ -π to π HDF e⁻j⍵ into e⁻j⍵n into d ഒമേഗ. സോ ഇൻ ഇഫക്റ്റ് ഇവിടെ -π to π എന്ന് പറയുന്ന ലിമിറ്റ് 2 ലിമിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഏതൊക്കെയാ? -π മുതൽ -π/2 വരെയും π/2 മുതൽ π വരെയും. സോ 2 ഇന്റഗ്രൽ ലിമിറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ എന്താ വരും? 1/2π ഫസ്റ്റ് ലിമിറ്റ് -π to -π/2. ആ വാല്യൂല് HDF e⁻j⍵ എന്താണ്? e⁻j2 ഒമേഗ. സോ e⁻j2 ഒമേഗ ഇൻറ്റു ഈ ഫംഗ്ഷൻ ഇക്വേഷനിൽ ഒരു e⁻j⍵n ഉണ്ട്, അത് മറന്നു പോരുത്. സോ e⁻j⍵n ഇൻറ്റു d ഒമേഗ പ്ലസ് രണ്ടാമത്തെ ലിമിറ്റ് 1/2π ഇന്റഗ്രൽ അടുത്ത ലിമിറ്റ് π/2 to π. സോ π/2 to π അവിടെയും e⁻j2 ഒമേഗ ഇൻറ്റു e⁻j⍵n ഇൻറ്റു d ഒമേഗ. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാം. ഇവിടെ e⁻j2 ഒമേഗ എന്നുള്ള സ്ഥാനത്തില് e⁻j2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എടുക്കുന്ന HDF(n) ഒരു ചെറിയ വ്യത്യാസം വരും. എന്താന്ന് പറഞ്ഞാല് ഒമേഗയ്ക്ക് നെഗറ്റീവ് ലിമിറ്റ് കൊടുക്കുമ്പോൾ, അതായത് -π to -π/2 ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒമേഗ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോ e⁻j2 മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇൻ ഇഫക്റ്റ് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നെഗറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോ e⁻j2 ഒമേഗ എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. തിരിച്ച് ഒമേഗയുടെ പോസിറ്റീവ് ലിമിറ്റ് π/2 to πയില് ഒമേഗ എന്താണ്? പോസിറ്റീവ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗയ്ക്ക് വരെ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? പ്ലസ് ഒമേഗ. സോ e⁻j2 ഒമേഗ ഇൻറ്റു e⁻j⍵n d ഒമേഗ എന്ന് വരും. അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ഫംഗ്ഷനും ഇവിടെ ഒരു നെഗറ്റീവ് ഫംഗ്ഷനായിട്ട് മാറും. എപ്പോ? ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ എന്ന് ആയിരുന്നെങ്കിൽ. നെഗറ്റീവ് ലിമിറ്റ് കൊടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗയ്ക്ക് -ഒമേഗ എന്ന് കൊടുക്കുക. പോസിറ്റീവ് ലിമിറ്റ് കൊടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗയ്ക്ക് വെറും ഒമേഗ എന്ന് മാത്രം കൊടുക്കുക. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഒമേഗ എന്ന് മാത്രമേ ഉള്ളൂ. സോ രണ്ട് ഫംഗ്ഷനും എന്ത് തന്നെയാണ്? e⁻j2 ഒമേഗ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ എങ്ങനെയാ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ഫംഗ്ഷൻ എഴുതാനായിട്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുക, 2 എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്. അപ്പൊ അതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുക. എങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ എങ്ങനെയാണോ കോമൺ ആയിട്ട് എടുക്കുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ ആൻസർ. സോ ഇവിടെ നോക്കുക, ഞാനിപ്പോ 1/2π ഇന്റഗ്രൽ -π to -π/2 ഞാൻ ഇതിനകത്തുനിന്ന് ഒരു e⁻j⍵ കോമൺ എടുക്കുകയാണ്. e⁻j⍵ കോമൺ എടുത്താൽ എന്ത് വരും? 2 - n എന്ന് വരും. പ്ലസ് j⍵ ആണ് കോമൺ എടുക്കണമെങ്കിൽ n-2 എന്ന് വരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഓക്കെ, ഇൻറ്റു d ഒമേഗ പ്ലസ് 1/2π ഇന്റഗ്രൽ π/2 to π. ഇവിടെ അതേപോലെ e⁻j⍵ കോമൺ എടുത്ത് e⁻j⍵ കോമൺ എടുത്താൽ 2 - n ഇൻറ്റു d ഒമേഗ. ഓക്കെ, ഇനി അതിനെ
ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 പൈ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു 2 മൈനസ് എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു 2 മൈനസ് എൻ തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എന്ത് കൂടെ വരും? മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് എന്നും കൂടെ വരും. ഇവിടത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് പൈ മുതൽ മൈനസ് π/2 വരെ ഫസ്റ്റ് ടേം. രണ്ടാമത്തെ ടേം വീണ്ടും 1/2 പൈ. ഇവിടെ എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു 2 മൈനസ് എൻ ഡിവൈഡഡ് ബൈ മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് എൻ. ഇവിടത്തെ ലിമിറ്റ് പോസിറ്റീവ് ലിമിറ്റ് ആണ് π/2 ടു പൈ. ഓക്കെ, സോ ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരും? 1 ഞാനിപ്പോ എല്ലാത്തുനിന്നും ഒരു മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് എൻ എല്ലാത്തുനിന്നും നമുക്ക് കോമൺ എടുക്കുക. 1/2 പൈ മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് എൻ കോമൺ ആയിട്ട് എടുത്താൽ എന്താ വരും? മൈനസ് 2j ഇൻറ്റു 2 മൈനസ് എൻ ഡിനോമിനേറ്റർ ഇൻറ്റു പൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരും? ഫസ്റ്റ് ഇവിടെ അപ്പർ ലിമിറ്റ്. സോ ഇ റേസ് ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ ജെ എന്താണ്? ഒമേഗയ്ക്കാണ് നമ്മൾ π/2 കൊടുക്കുന്നത്. സോ പൈ ഇൻറ്റു 2 മൈനസ് എൻ ഡിവൈഡഡ് ബൈ 2 π/2 ഇൻറ്റു 2 മൈനസ് എൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ ഇ റേസ് ടു ജെ പൈ ഇൻറ്റു 2 മൈനസ് എൻ ഫസ്റ്റ് ടേം. ദെൻ പ്ലസ് ഞാൻ നെഗറ്റീവ് മൊത്തത്തിലാണ് കോമൺ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് തന്നെ ആയിരിക്കും. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേനും ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 2 മൈനസ് എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ π/2 ഇൻറ്റു 2 മൈനസ് എൻ. ഓക്കെ, സോ ഇവിടെ അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയാ നോക്കുക. ഇ റേസ് ടു ജെ π/2 2 മൈനസ് എന്നും ഇ റേസ് ടു മൈനസ് ജെ π/2 2 മൈനസ് എന്നും ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ ഒരു 2j കോമൺ ആണ് അല്ലെ. 2j എടുക്കുമ്പോഴത്തേന് അതെന്താവും? സൈനിന്റെ ഫോമിലാവും. അപ്പൊ എന്താ വരും? ജസ്റ്റ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 2 മൈനസ് എൻ ഇൻറ്റു പൈ. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിക്കുക. നെഗറ്റീവ് അങ്ങനെ തന്നെ കിടക്കട്ടെ. -1/2 മൈനസ് എൻ ഇൻറ്റു പൈ. ഫസ്റ്റ് ടേം ഇതും ഇതും എന്താ വരും? ഇ റേസ് ടു ജെ π/2 ഇൻറ്റു 2 മൈനസ് എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ π/2 ഇൻറ്റു 2 മൈനസ് എൻ ഡിവൈഡഡ് ബൈ 2j. ഇത് ഫസ്റ്റ് ടേം. ഇനി അടുത്ത ഗ്രൂപ്പ് ചെയ്യാൻ ഏതൊക്കെയാ ഉള്ളത്? ഇ റേസ് ടു ജെ പൈയും ഇ റേസ് ടു മൈനസ് ജെ പൈ. പക്ഷെ അവിടെ ഒരു സൈൻ ചേഞ്ചിന്റെ വ്യത്യാസമുണ്ട്. നോക്കിയേ, ഇ റേസ് ടു മൈനസ് ജെ തീറ്റ മൈനസ് ഇ റേസ് ടു ജെ തീറ്റ എന്നാണ് നമുക്ക് തിരിച്ചായിരുന്നു വരേണ്ടത്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും വന്നെങ്കിൽ ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്നുള്ള ഫോമിലായേനെ. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്ത് വെച്ചിട്ടില്ലേ. സോ ഈ ഫാക്ടറിനെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ എന്താ വരും? +1/2 മൈനസ് എൻ ഇൻറ്റു പൈ. എന്നിട്ട് ഈ നെഗറ്റീവിനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ നെഗറ്റീവ് ഇത് വരുമ്പോഴത്തേനും ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. സോ എന്താ വരും? ഇ റേസ് ടു ജെ പൈ ഇൻറ്റു 2 മൈനസ് എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് എൻ പൈ ഡിവൈഡഡ് ബൈ 2j. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്ത് വരും? ഇവിടത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നത് π/2 ഇൻറ്റു 2 മൈനസ് എന്നും ഇവിടത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നത് പൈ ഇൻറ്റു 2 മൈനസ് എന്നും. സോ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആണ്. സോ ഞാൻ നേരെ തിരിച്ച് എഴുതുവാണ്. ഫസ്റ്റ് എന്താ വരും? ഒരു 1/2 മൈനസ് എൻ ഇൻറ്റു പൈ ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ 1/2 മൈനസ് എൻ പൈ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടേം ഞാൻ ആദ്യം എഴുതുവാണ്. ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ 2j. ദാറ്റ് ഈസ് സൈൻ പൈ ഇൻറ്റു 2 മൈനസ് എൻ.
ദെൻ രണ്ടാമത്തെ ടേം ഇവിടെ ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. സോ മൈനസ് ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ 2j. സോ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് സൈൻ പൈ ബൈ 2 ഇൻറ്റു 2 മൈനസ് എൻ. ഇതാണ് എന്തിന്റെ വാല്യൂ? എച്ച് ഓഫ് എൻ, എച്ച് ഡി ഓഫ് എൻ. ഓക്കെ, സോ ഇവിടെ ഏത് വാല്യൂവിനായിരിക്കും നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്? നോക്കുക, ന്യൂമറേറ്ററിൽ ഒരു 2 മൈനസ് എന്നും ഡിനോമിനേറ്ററിൽ ഒരു 2 മൈനസ് എൻ ആണ്. എന്നിന് ഏത് വാല്യൂ കൊടുത്താൽ സൈൻ 0/0 ഫോമിലോട്ട് വരും? എന്നിന് 2 കൊടുത്താൽ, കാരണം 2 മൈനസ് 2 0, ഇവിടെയും 2 മൈനസ് 2 0. അപ്പൊ ഏത് വാല്യൂവിന് വേണം നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ? ഫോർ n ഈക്വൽ ടു 2. അപ്പൊ അവിടെ സ്പെസിഫൈ ചെയ്യുക എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ട വാല്യൂ ഏതാണെന്ന്. നോട്ട് ഈക്വൽ ടു ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ n നോട്ട് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഇത്രയാകുമ്പോഴത്തേന് നമുക്ക് എച്ച് ഡി ഓഫ് എൻ കിട്ടും. എച്ച് ഡി ഓഫ് എൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എച്ച് ഡി ഓഫ് എന്നിന് വിൻഡോ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും വിൻഡോ ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ w of n is equal to എന്താണ്? w of n is equal to 1 for 0 less than or equal to n less than or equal to 4 and 0 for else. സോ വിൻഡോ ഫംഗ്ഷൻ ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ഓഫ് എൻ ഫോർ ദി ലിമിറ്റ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഓഫ് എന്നിന്റെ ലിമിറ്റ് ആരുടെ ലിമിറ്റ് ആയിട്ട് മാറും? വിൻഡോ ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിട്ട് മാറും. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഇനി w ഓഫ് n മാഗ്നിറ്റ്യൂഡ് എന്താ? 1 ആണ്. സോ h ഓഫ് n എന്ന് പറയുന്നത് ഇൻ ഇഫക്റ്റ് എന്ത് തന്നെയാണ്? h ഓഫ് n is same as hd ഓഫ് n for 0 less than n less than or equal to 4. മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, എന്നിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കണം? n ഓൾറെഡി അത് എന്തായിട്ടാ തന്നേക്കുന്നത്? 0 മുതൽ 4 ആയിട്ടാണ് തന്നേക്കുന്നത്. 5 സാമ്പിൾ വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കണം? നമ്മൾ സിമെട്രിക് ആണെന്നല്ലേ അസ്യൂം ചെയ്തേക്കുന്നത്. സോ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഏതൊക്കെ സ്മോൾ എൻ വാല്യൂസ് സ്പെസിഫൈ ചെയ്യണം എന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയായിരിക്കും വാല്യൂസ്? എന്നിന് 0 കൊടുത്താൽ എച്ച് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു എച്ച് ഓഫ് 5 മൈനസ് 1 മൈനസ് 0, ദാറ്റ് ഇസ് എച്ച് ഓഫ് 4. എച്ച് ഓഫ് 0യും എച്ച് ഓഫ് 4ഉം സെയിം ആണ്. ഇനി n ഈക്വൽ ടു 1 കൊടുത്താലോ h of 1 will be equal to h of 5 minus 1 minus 1, that is h of 3. And n equal to 2 കൊടുത്താൽ h of 2 is the center of symmetry. Okay, അപ്പൊ ഏതൊക്കെ വാല്യൂസ് മതി? 0, 1, 2 മൂന്ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? h of n ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ h of n ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? h of n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 minus n into pi sin 2 minus n into pi minus sin 2 minus n into pi by 2 for n not equal to 2. Okay, so first value n equal to 0. n equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറും? n equal to 0 ആണെങ്കിൽ h of 0 will be equal to n ന് 0 കൊടുത്താൽ 1 by 2 pi into sin n ന് 0 കൊടുത്താൽ 2 minus 0 2. So sin 2 pi minus sin n ന് 0 കൊടുത്താൽ 2 into pi by 2, that is sin pi. sin n pi എന്താണ്? sin n pi യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ സൈൻ 2 പൈയും 0 ആണ്, സൈൻ പൈയും 0 ആണ്. സോ എച്ച് ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡിഫക്റ്റ് എന്താണ്? 0 തന്നെയാണ്. സോ എച്ച് ഓഫ് 0 എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് 4. ഓക്കെ, ഇനി അടുത്തത് n ഈക്വൽ ടു 1. സോ n ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? n ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എച്ച് ഓഫ് 1 വിൽ ബി ഈക്വൽ ടു 2 മൈനസ് 1 1. സോ 1 by pi into sin 2 minus 1 1. So sin pi minus sin 2 minus 1 1. So sin pi by 2. Okay, which is equal to 1 by pi into sin pi എന്ന് പറയുന്നത് 0 and sin 90 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. So in effect എന്താ കിട്ടും? minus 1 by
പൈ എന്ന് കിട്ടും. ഓക്കെ, സോ മൈനസ് 1/π യുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് മൈനസ് 1/3.14. ഓക്കെ, ദെൻ ഫോർ n ഈക്വൽ ടു 2, n ഈക്വൽ ടു 2ലാണ് നമുക്ക് ആര് അപ്ലൈ ചെയ്യേണ്ടത്? എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഫോർ n ഈക്വൽ ടു 2 എന്താണ്? അപ്ലൈ എൽ ഹോസ്പിറ്റൽ റൂൾ. എന്താ വരും? h ഓഫ് n വിൽ ബി ഈക്വൽ ടു, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക, കാരണം ഒരെണ്ണം പൈ ഒരെണ്ണം π/2 ആണ്. അപ്പൊ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് രണ്ട് സെറ്റ് ആയിട്ട് ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു 2. ഫസ്റ്റ് വൺ എന്താണ്? സൈൻ 2 മൈനസ് n ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 2 മൈനസ് n ഇൻറ്റു പൈ. അപ്പൊ അവിടെ ആക്ച്വലി പ്രത്യേകിച്ച് ഒരു റീഅറേഞ്ച്മെന്റിന്റെ ആവശ്യം ഇല്ല, കാരണം സൈൻ θ/θ എന്നുള്ള ഫോമിൽ തന്നെയാണ്. ഇനി മൈനസ് വീണ്ടും ലിമിറ്റ് n ടെൻസ് ടു 2 എന്താണ്? സൈൻ, നമുക്ക് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എന്താണ്? 2 മൈനസ് n ഇൻറ്റു പൈ ആണ്. അപ്പൊ മോളില് സൈനിന്റെ കൂടെയും 2 മൈനസ് n ഇൻറ്റു പൈ വരത്തക്ക രീതിയിൽ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഈ π/2നെ ഞാൻ എന്ത് ചെയ്യുന്നു? 1/2 ഇൻറ്റു പൈ ആക്കുന്നു. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എന്താണ്? 2 മൈനസ് n ഇൻറ്റു പൈ. രണ്ടാലും സെയിം അല്ലേ? π/2നെ ഞാൻ 1/2 ഇൻറ്റു പൈ എന്നാക്കി. സോ അപ്പൊ ഇവിടെ എന്താ വരും? ഇവിടെ വാല്യൂ ലിമിറ്റ് n ടെൻസ് ടു 2 സൈൻ θ/θ ഇസ് 1. ഇത് ഇത്രയും 1 എന്ന് കിട്ടി. മൈനസ് ഇവിടെ നോക്കിയേ, ലിമിറ്റ് n ടെൻസ് ടു 2 സൈൻ a θ/θ. അതിന്റെ വാല്യൂ എന്താണ്? a ആണല്ലേ. സോ a യുടെ വാല്യൂ എന്താണ് ആക്ച്വലി? 1/2. സോ 1 മൈനസ് 1/2 എന്ന് പറയുന്നത് 1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ π/2 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 ന്യൂമറേറ്ററിൽ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാലും നമുക്ക് ഇവിടെ ആൻസർ എന്ത് തന്നെ കിട്ടും? 1/2 തന്നെ കിട്ടും. ഓക്കെ, സോ h ഓഫ് n-ന്റെ 3 കോയിഫിഷ്യൻസ് കിട്ടി. n ഈക്വൽ ടു 0, 1, 2. ഈ കോയിഫിഷ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സോ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താ? h ഓഫ് z ഇസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു n മൈനസ് 1 h ഓഫ് n z റേസ് ടു മൈനസ് n. ഇവിടെ n ന്റെ വാല്യൂ 5 ആണ്. സോ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു 4 h ഓഫ് n z റേസ് ടു മൈനസ് n. ഓക്കെ, n-ന് 0 മുതൽ 4 വരെയുള്ള വാല്യൂസ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ പറഞ്ഞു തന്ന ഷോർട്ട് കട്ട് എന്താണ്? ഏതൊക്കെ വാല്യൂസ് സെയിം ആകുന്നത്? h ഓഫ് 0യും 4ഉം സെയിം ആണ്. ദെൻ 1ഉം 3യും സെയിം ആണ്. ദെൻ 2 എന്ന് പറയുന്നത് സെന്റർ ഓഫ് സിമെട്രി അല്ലേ. അപ്പൊ ആദ്യം കൊടുത്തേ h ഓഫ് 0 ഇൻറ്റു ബ്രാക്കറ്റിൽ വരുന്ന ടേം എന്താണ്? z റേസ് ടു മൈനസ് m പ്ലസ് z റേസ് ടു മൈനസ് n ആണ്. സോ z റേസ് ടു മൈനസ് m എന്ന് പറയുന്നത് 0, n എന്ന് പറയുന്നത് 4 അല്ലേ. സോ 1 പ്ലസ് z റേസ് ടു മൈനസ് 4 പ്ലസ് അടുത്ത 1ഉം 3യും സെയിം ആണ്. സോ അതിന് വരെ h ഓഫ് 1 എന്ന് കൊടുത്തു. ബ്രാക്കറ്റിൽ എന്താ വരും? 1ഉം 3യും z റേസ് ടു മൈനസ് 1 പ്ലസ് z റേസ് ടു മൈനസ് 3 പ്ലസ് സെന്റർ ഓഫ് സിമെട്രി എന്താണ്? h ഓഫ് 2 z റേസ് ടു മൈനസ് 2. ഇനി h ഓഫ് 0 എന്തായിരുന്നു? 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തത്തിൽ അങ്ങ് പോകും. ബാക്കി ഇത് രണ്ടെണ്ണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ h ഓഫ് 1 എന്ന് പറയുന്നത് മൈനസ് 1/π ആയിരുന്നു. സോ മൈനസ് 1/π അത് വേണമെങ്കിൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് 1/π ആയിട്ട് ഇട്ടേക്കാം. z റേസ് ടു മൈനസ് 1 പ്ലസ് z റേസ് ടു മൈനസ് 3 പ്ലസ് h ഓഫ് 2 എന്ന് പറയുന്നത് 1/2 അല്ലെങ്കിൽ 0.5 z റേസ് ടു മൈനസ് 2 is the transfer function of the designed digital FIR filter. ഇനി ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓൾസോ ഡിറ്റർമിൻ ദി ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് അതായത് h ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? h ഓഫ് z തന്നെ ആയിരിക്കും, വേർ z is equal to e raised to j omega. സോ ഫിൽറ്റർ റെസ്പോൺസ് എങ്ങനെ? ഫ്രീക്വൻസി റെസ്പോൺസ് എന്താ വരും? h ഓഫ് ഒമേഗ is equal to മൈനസ് 1/π z-ന് e raised to j omega ഇട്ട് കൊടുക്കാം. സോ e raised to മൈനസ് j omega പ്ലസ് e raised to മൈനസ് j3 omega plus 0.5 e raised to minus j2 omega is the frequency response of the designed digital FIR filter. Okay, so ഇതാണ് സെക്കൻഡ് മോഡൽ പ്രോബ്ലം. ഫ്രീക്വൻസി റെസ്പോൺസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. സോ ഫിൽറ്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്യുക? പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഇനി ഒരു അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.